ഒരുപാട് നാളിന് ശേഷമാണ് യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ഇടാൻ പോകുന്നത്. ഇതിന് 2 റീസൺസ് ആണുള്ളത്. ഒന്നാമത്തേത്, ഞാൻ എല്ലാ വീഡിയോയും റെക്കോർഡ് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ റീസൺ. കുറേ നാൾ കഴിഞ്ഞ് എനിക്കിത് കാണാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ, ഈ ബിഗ് ബോസ് ഒക്കെ കാണുന്ന പ്രേക്ഷകർക്ക് ഇതിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ അറിയുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ, ഞാൻ നമ്മുടെ ബിഗ് ബോസ് മലയാളം 7 കാണാൻ വേണ്ടി പോവുകയാണ്. 7ൽ ആൾക്കാരോ അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടല്ല, ഞാൻ ശരിക്കും ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ്. ചെന്നൈയിലെ ദീപാവലി കഴിഞ്ഞുള്ള മഴ, അതുകൊണ്ട് റോഡെല്ലാം കൊള്ളമായിട്ട് കിടക്കുകയാണ്. ഇതാണ് എൻ്റെ DIY ഷൂ റാക്ക്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ബേൺഡ് ഓറഞ്ച് കളറിലുള്ള ഹീൽസ് ആണ്. ഈ മഴയത്ത് ഇത് ഇട്ടുകൊണ്ട് ഞാൻ എങ്ങനെ നടന്നു പോകുന്നത് എനിക്കറിയില്ല, പക്ഷേ ലുക്ക് മുഖ്യ ബിഗില്. ചെന്നൈയിൽ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് ഒക്കെ പ്രമാണിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സ്കൂളുകൾക്കും കമ്പനികൾക്കും ഒക്കെ അവധിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് സിക്ക് ലീവ് എടുക്കേണ്ടി വന്നില്ല. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ എണീച്ച് ഞാനൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോയിട്ടില്ലാത്ത ആളാണ് ഞാൻ. അതായത് എവിടെയെങ്കിലും പോയാൽ അയ്യോ നമുക്ക് അറിയാത്ത ആൾക്കാരായിരിക്കും, നമ്മളവിടെ പോയിട്ട് എവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, അവിടെ നമുക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാവുമോ, കൂട്ടുണ്ടാവുമോ, അങ്ങനത്തെ ഭയമൊന്നും എനിക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ട് നല്ല ധൈര്യമായിട്ട് തന്നെ പോയി. ഞാനിപ്പോൾ ഉള്ളത് മെട്രോ സ്റ്റേഷനിലാണ്. അങ്ങനെ വഴിയിൽ നിന്ന് പ്രാദൂനെ കളഞ്ഞെത്തി. ഇവളും ഏകദേശം എന്നെ പോലെ തന്നെ ബിഗ് ബോസ് 7ലെ എല്ലാ കണ്ടസ്റ്റൻസിന്റെ പേര് പോലും നിരച്ചു അറിയില്ല. പക്ഷെ ലാലേട്ടനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഷോയുടെ ലൈവ് കാണാൻ വേണ്ടി വരുന്നത്. അതും നമ്മൾ ഷൂട്ട് കാണാൻ പോയ ദിവസം ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡേ ആയിരുന്നു. നെവിൻ അനുമോളുടെ ബെഡിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നെവിൻ ഇന്ന് പുറത്താകുമോ പുറത്താകില്ലയോ എന്ന് എല്ലാവരും ഫാൻസിൽ അക്ഷമയോടെ കാത്തിരിക്കുന്ന ദിവസമാണ്. ആ ലൈവ് കാണാനായിട്ടാണ് ഞങ്ങൾ പോയത്. അതായത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എവിക്ഷൻ, ആര്യന്റെ എവിക്ഷൻ ദിവസമാണ് ഞങ്ങൾ പോയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്തൊരു ഊബറിൽ യാത്ര തുടർന്നു. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈയിലെ EVP സ്റ്റുഡിയോയിലേക്കാണ്. ഇപ്പൊ എനിക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ലാലേട്ടനെ ആദ്യമായിട്ട് കാണാൻ പോകുന്നു, ലൈവായിട്ട് ഒരു ഷൂട്ട് കാണാൻ പോകുന്നു എന്നൊക്കെ. പിന്നെ ഈ ബിഗ് ബോസിന്റെ ലൈവ് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് എന്ന് ഡൗട്ട് ഉള്ളവർക്ക് കോർഡിനേറ്റേഴ്സ് ത്രൂ ആണ്. ഒരുപാട് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഏതെങ്കിലും കോർഡിനേറ്റേഴ്സിനെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്താൽ അവരായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. എന്റെ കോർഡിനേറ്റർ ബോബി എന്ന് പറഞ്ഞ ചേട്ടനൊന്നും പറയാതിരിക്കാൻ പറ്റില്ല, അത്ര കാൽമാർ. അതായത് ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് എനിക്കിവിടെ ബിഗ് ബോസിന്റെ 7 ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലം തപ്പി എനിക്ക് കഷ്ടപ്പെടേണ്ട വന്നില്ല. കാരണം ഓൾറെഡി വാട്സപ്പിൽ എനിക്ക് എല്ലാ വീഡിയോസും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നടന്നു വരുമ്പം ഇന്ന ബിൽഡിങ്ങിൽ നിന്ന് ഇന്നടത്തേക്ക് പോകണം, ഇന്നടത്തുനിന്ന് ഇന്നടത്തേക്ക് പോകണം. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് എൻ്റെ കൂടെ ഫോണിലുണ്ടായിരുന്നു. രാവിലെ എണീച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയോന്ന് അന്വേഷിച്ചു, വരുന്നതിൻ്റെ തലേന്ന് നാളെ വരുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ ത്രൂ ആയിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അകത്ത് കയറാൻ വേണ്ടി ക്യൂ നിന്ന് നമ്മളെ തിരിച്ച് വിളിച്ചു വരുത്തി ഭക്ഷണം കഴിക്കാനും പറഞ്ഞു വിട്ടത് ബോബി ചേട്ടൻ തന്നെ. ഈ ഭക്ഷണം കഴിക്കുന്ന ഏരിയയും അതിന്റെ സെറ്റപ്പും അത്ര തൃപ്തികരമല്ലെങ്കിൽ ഫുഡിന്റെ കാര്യത്തിൽ ഇവരൊന്നും കുറയ്ക്കില്ല. ഇതിപ്പോ EVP സ്റ്റുഡിയോയുടെ ക്യാൻറ്റീൻ ആണെന്ന് പറഞ്ഞാലും ഇവർ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാലും ചെന്നൈയിൽ ഇങ്ങനെയാണ്. ഇവർ ഈ കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലത്ത് അത്ര ശ്രദ്ധ കൊടുക്കാത്തവരാണ്. അങ്ങനെ രാവിലെ 9 മണി ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മുട്ടയും ബ്രെഡും ദോശയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, ആസ് യു ക്യാൻ സീ. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞ് നമുക്ക് നേരെ കയ്യിലൊരു ബാഡ്ജ് കിട്ടി. ആ ബാഡ്ജ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ബാഗും നമ്മുടെ ഫോണും നമ്മുടെ ബിലോങ്ങിങ്സും എല്ലാം ഇവിടെ വെക്കണം. ഇനി നമ്മൾ സ്റ്റുഡിയോയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ അലൗഡ് അല്ല. ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. 10 മണിക്ക് തന്നെ ഷൂട്ട് തുടങ്ങിയ സമയത്ത് നമ്മൾ ഏറ്റവും ബാക്കിലത്തെ റോ ആയിരുന്നു. ഓരോ ഇന്റർവെല്ലിൽ കഴിയുമ്പോഴും ഇവരിങ്ങനെ റോ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിലിരിക്കുന്നവർ തൊട്ട് മുമ്പിലേക്ക് വരും, പിന്നെ അതിന്റെ മുമ്പിലേക്ക് വരും. അതായത് എല്ലാവർക്കും ഫ്രണ്ട് സീറ്റിലിരുന്ന് ലാലേട്ടനെ നല്ലപോലെ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ TV-യിൽ നമ്മുടെ ഫേസ് വരുന്ന പോലെ ഒരു അവസരം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ കുറെ പേര് ഷൂട്ട് കാണാൻ വന്നു കഴിഞ്ഞാൽ മോഹൻലാലിനോട് നിന്ന് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും ഇവിടെ വന്നാൽ നടക്കില്ല. വെള്ളിയാഴ്ചയാണ് ഷൂട്ട് നടക്കുന്നത്. വെള്ളിയാഴ്ച തന്നെ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും ഫുൾ ഷൂട്ടിംഗ് ആണ് നടക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ലഞ്ച് ആണെങ്കിലും വൈകുന്നേരത്തെ ചായ ആണെങ്കിലും റിഫ്രഷ്മെന്റ് ആണെങ്കിലും ഇടയ്ക്കത്തെ വെള്ളം ആണെങ്കിലും ഇവിടെ എല്ലാം പ്രൊവൈഡഡ് ആണ്. അപ്പൊ ഇന്നത്തെ ഷൂട്ട് എന്തായാലും കഴിഞ്ഞപ്പോഴത്തേക്കും 7:15. അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നമ്മൾ TV-യിൽ കാണുമ്പോഴുള്ള വ്യത്യാസവും ലൈവായിട്ട് കാണുമ്പോഴുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.